നമസ്കാരം. അപ്പോൾ ഇന്നലെ വനിതാ തിയേറ്ററിൽ ഇടപ്പള്ളി വനിതാ തിയേറ്ററിൽ മത്തുന്ന ചിത്രത്തിന്റെ റിവ്യൂ എടുക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടീനി ടോം ചേട്ടൻ അദ്ദേഹത്തിനെ കണ്ടതും വിശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കണം. ഇതന്നെ വിശേഷം. എല്ലാ വെള്ളിയാഴ്ചകളിലും ആണ് സിനിമാക്കാർക്ക് വിശേഷങ്ങളുള്ളത്. അപ്പൊ ഇന്ന് മത്തെന്ന് പറയുന്ന സിനിമയുടെ റിലീസാണ്. ബാബാ അദ്ദേഹം സംസാരിച്ച് തുടങ്ങിയതിനിടയ്ക്ക് തന്നെ പല്ലാവൂർ ദേവനാരായണൻ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ മമ്മൂക്കട അതിൽ മമ്മൂക്കട വില്ലനായിട്ട് ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനാണ് അദ്ദേഹം വിളിച്ചു വരുത്തിയത്. അപ്പോ അതിന്റെ ഒരു ത്രില്ലിലാണ്. അതില് പല്ലാവൂർ ദേവനാരായണൻ മമ്മൂക്കയുടെ വില്ലനായിരുന്നു പുള്ളി. അപ്പൊ അതിനുശേഷം തമിഴിലേക്ക് പോയി. അപ്പൊ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിരുന്നൊക്കെയാണ് മലയാളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു വ്യത്യസ്തമായ ഒരു സൈക്കോ ഡ്രാമ. ഈ ഒരു ചിത്രത്തെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പറഞ്ഞു സൈക്കോ ക്രൈം ഡ്രാമ. ആ ഒരു മൂഡാണ് സിനിമ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ് സൈക്കോ ക്രൈം ഡ്രാമ? പുതിയ ജോണറാണ്, ഇപ്പോഴുള്ള ഒഴുക്കിലുള്ള സിനിമയല്ല. അപ്പൊ ഇതിന് ശേഷം ചിലപ്പോ നിങ്ങൾ ഈ സിനിമ കണ്ടതിന് ശേഷം ചിലപ്പോ ഇതൊരു വിവാദ ചോദ്യങ്ങളായി മാറും. കാരണം ടിനി ടോം എന്തിനാണ് ഈ വേഷം ചെയ്തതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഇറക്കുന്ന ചിത്രമാണോ എന്നൊരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് വിവാദമൊക്കെ വേണമല്ലോ, കുറച്ച് എന്നാലും ഒന്ന് കത്തി കയറുള്ളൂ. എനിക്ക് എന്റെ ജോലി എയറിൽ കയറലാണല്ലോ. ഇതുവരെ കാണാത്ത വേഷം ഇതുവരെ ചെയ്യാത്ത അപ്പൊ ഞാൻ റെഡിയായിട്ട് റോക്കറ്റൊക്കെ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് മറുപടി പറയാനായിട്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞ ടിനി ടോമേണ കുറെ ഏറിക്കേറ്റിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് മീഡിയകളിൽ, സോഷ്യൽ മീഡിയകളിൽ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഞാൻ ഏറി കയറാൻ തയ്യാറായിട്ടിരിക്കുന്നതാണ് പറഞ്ഞത്. ധൈര്യപ്പെട്ട് നിങ്ങൾ എന്തുകൊണ്ടെങ്കിലും പറഞ്ഞോളാം പറഞ്ഞിട്ടുണ്ട്. അതിലെ പുത്തിരിയില്ല. അപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ നായകനില്ല ഈ പടത്തില്, എല്ലാം വില്ലന്മാരാ. അപ്പൊ അതിനെ നിങ്ങൾ എങ്ങനെ എടുക്കുന്നു? നിങ്ങൾക്കാണ് വിട്ടുവരുന്നത്. അതെ. അപ്പൊ നമ്മുടെ ഇവരൊക്കെ ഇരിക്കുന്നത് അവിടെ. അതേ നമ്മളെ പാഷാൻ ഷാജിനെ അപ്പൊ തന്നെ വിളിച്ചു ചോദിക്കാൻ പോണത്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊരു പ്രിവ്യൂ പോലെ വെച്ചിരിക്കുന്നതാണ്. ആദ്യം അവരുടെ ചീത്ത കേൾക്കട്ടെ, അതിനുശേഷം നാട്ടുകാരിൽ നിന്ന് റിസീവ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കണം. ഓക്കെ. എന്തായാലും പാഷാൻ ഷാജിയുടെ വെറുതെ പറഞ്ഞല്ല. നമ്മൊരു അസലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചു. പുള്ളി അപ്പൊ തന്നെ മറുപടി പറഞ്ഞിട്ടാ. ഇതില് ഞാൻ കഥാപാത്രം ചെയ്തിട്ടില്ല. ടെനിച്ചേട്ടന്റെ പടമല്ലേ, അപ്പൊ നമ്മുടെ പടമാണ്. അതല്ല ഫാമിലി ആയിട്ട് വന്നേക്കണത്. എന്തായാലും അല്ല, എന്ത് ചെയ്താലും വിവാദം ഉണ്ടല്ലോ. അപ്പൊ ഇതിലും പ്രതീക്ഷിക്കാം. പുള്ളിയും പറയണത് എന്തായാലും ഒരു വിവാദത്തിന് റെഡി ആയിട്ട് എന്നാണ് പറഞ്ഞത്. ശരിക്കും ഒരു വിവാദം ആക്കോ ഈ സിനിമ? കുഴപ്പമില്ല, ഏറിന് താഴത്തോട്ട് ഇറക്കാതിരുന്നാ മതി. അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം അല്ലേട്ടാ, ഇറങ്ങരുത്. അങ്ങനെ അപ്പൊ തന്നെ ഒരു ക്വസ്റ്റ്യൻ കേട്ടുകൊടുത്ത്. ശരിക്കും പറഞ്ഞ വിവാദത്തിൽ എത്തിപ്പെട്ടാൽ മാത്രമേ മറ്റുള്ളവർ ശ്രദ്ധിക്കുള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ പാഷാൻ ഷാജി അന്തസ്സായിട്ടൊരു മറുപടി പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, നമുക്ക് വിവാദം മാത്രമല്ല, അല്ലാതെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് ശ്രദ്ധിക്കപ്പെടാനായിട്ട്. ഇതെന്തായാലും പടം ഗംഭീരമായിരിക്കും. ഞങ്ങൾ അത്രയും ആത്മവിശ്വാസമുണ്ട്. രഞ്ജനെ പോലെ തന്നെ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുകയാണ്. കട്ട വെയിറ്റിംഗ് ആണ്. വിത്ത് ഫാമിലി ഞങ്ങൾ തകർക്കാൻ വേണ്ടി വന്നാ. ഓക്കെ. എന്തായാലും സംഭാഷണം നിർത്താൻ നോക്കിയപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തു. പാഷാൻ ഷാജിന്റെ കോമഡി പരിപാടിയൊക്കെ എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം തന്നു. കോമഡിയൊക്കെ ആയിട്ട് ഇനി പോയിട്ട് വല്ല കാര്യമുണ്ടാ? ഈ എന്തായാലും സിനിമയിൽ തന്നെ ഞങ്ങൾ കത്തിക്കാനുള്ള പ്ലാനാണെന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ലാതെ പോണു. കോമഡി പരിപാടി എന്നിട്ട് ഇനിയിപ്പോ മുമ്പോട്ട് തന്നെ കുറച്ച് പണിയല്ലേ. കോമഡിയൊക്കെ വിട്ടിട്ട് വേറെ എന്തെങ്കിലും നോക്കാനുള്ള പരിപാടിയില്ല. ശരിക്കും മത്ത് എന്ന് പറഞ്ഞ പടം മത്ത് തന്നെ ഇരിക്കുവോ?